എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകളും പെൺകുട്ടികളും ഇന്നത്തെ കാലത്ത് അറിഞ്ഞിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതായത് സ്ത്രീകളെ സംബന്ധിച്ചായാലും പെൺകുട്ടികളെ സംബന്ധിച്ചായാലും ഇന്നത്തെ കാലത്ത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു ജോലി സ്വന്തമാക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് അവർക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതായത് പുരുഷ മേധാവിത്വ സമൂഹത്തിൽ തനിക്കും തൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇന്നത്തെ സ്ത്രീകൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും അതിന് കഴിയാറില്ല. അതിൻ്റെ കാരണം എങ്ങനെയാണ് ആ തുല്യത ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു സമരത്തിലൂടെയോ അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങളിലൂടെയോ ഡിബേറ്റുകളിലൂടെയോ അല്ല സ്ത്രീകളുടെ തുല്യത അവർ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പലപ്പോഴും സ്ത്രീകള് ഒറ്റപ്പെടുന്നതും അവഗണിക്കപ്പെടുന്നതും മാറ്റി നിർത്തപ്പെടുന്നതും അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കപ്പെടാതെ പോകുന്നതുമൊക്കെ അതിൻ്റെ ഉത്തരവാദി അവർ തന്നെയാണ്. അതിൻ്റെ കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സ്ത്രീക്കും തുല്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഒരു ജോലിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമുക്കറിയാം, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് അവൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അവനോട് ചോദിക്കുന്നത് എന്താണ്? നിനക്ക് ഒരു ജോലി ഒന്നും ശരിയായില്ലേ എന്നാണ്, അല്ലേ? എല്ലാ ആളുകളും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവനെ സംബന്ധിച്ച് ഒരു ജോലി നേടുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുകയാണ് ചെയ്തത്. എന്നാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ സമൂഹം തന്നെ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു അതിലേറിയ പങ്കും സ്ത്രീകൾ തന്നെയാണ്. അവര് പെൺകുട്ടികളോട് ചോദിക്കുന്നത് എന്താണ്? ജോലി ആയില്ലേ എന്നാണ്. ഒരിക്കലും അല്ല. എനിക്ക് തോന്നുന്നു 99% ആളുകളും സമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കല്യാണം ആയില്ലേ എന്നാണ്, അല്ലേ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ്, കല്യാണം ശരിയായില്ലേ എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവരുടെ മനസ്സിലേക്ക് സെറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ജോലി എന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും കല്യാണം കഴിഞ്ഞു പോവുക എന്നുള്ളതിനെ കുറിച്ചാണ്. അവിടെയാണ് ഒരു പക്ഷേ ഒരു പെൺകുട്ടി പരാജയപ്പെട്ടു പോകുന്നതും. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സ്വപ്നങ്ങളെ, തൻ്റെ ഇഷ്ടങ്ങളെ, തൻ്റെ ആഗ്രഹങ്ങളെ, തൻ്റെ വ്യക്തിത്വത്തെ ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അവർ ഒറ്റപ്പെട്ടു പോകുന്നതും. ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല, അവർ പറയുന്നത് പോലെ കേട്ട് ജീവിക്കുക എന്നല്ലാതെ മറ്റെന്താണ് വഴി? അവിടെയാണ് ഒരു ജോലിയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. സ്വന്തമായി ഒരു ജോലി ഉണ്ടാവുക, ഒരു വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ആത്മവിശ്വാസവും അതിലപ്പുറം വലിയ സുരക്ഷിതത്വവും സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് വിവാഹത്തിനല്ല. ഒരുപക്ഷെ പഴയ കാലം നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഒരു ആശയത്തെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാറേണ്ടതുണ്ട്. പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ പുതിയ കാലത്തിന്റെ സന്തോഷങ്ങളെയും പുതിയ കാലത്തിന്റെ സംതൃപ്തികളെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വിവാഹത്തിനപ്പുറം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുക, അതിന് ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുന്ന ഒരു ജോലിയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ വരുമാനമെങ്കിലും കിട്ടുന്ന, അവനവന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും ആരുടെയും ഔദാര്യം പറ്റാതെ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയാവുക, ഒരു സ്ത്രീ ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് തരുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് തീർച്ചയായിട്ടും തുല്യത കൈവരുന്നത്. അല്ലാതെ സമരം ചെയ്തുകൊണ്ടോ സോഷ്യൽ മീഡിയയിൽ ഡിബേറ്റ് ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. മാത്രവുമല്ല, ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ വീട്ടിൽ പണിയെടുക്കാറുണ്ട്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാറുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്, ആണുങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിക്കാറുണ്ട് എന്നൊക്കെ. ഒരു കാര്യവുമില്ല. നിങ്ങൾ ഒരുപക്ഷെ അധ്വാനിക്കുന്നുണ്ടാകാം, ആ അധ്വാനത്തെ വില കുറച്ച് കാണുകയുമല്ല, വലിയ പ്രാധാന്യം അതിനുണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എവിടെയാണ് മാറ്റി നിർത്തപ്പെടുന്നത്, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതെ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാരണം സമൂഹവുമായി സംവദിക്കുന്നത് പലപ്പോഴും ആണുങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോൾ
നിങ്ങൾ പിന്നിലേക്ക് തള്ളപ്പെടുന്നത് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങാത്ത വ്യക്തികളാണ്, വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ആളുകളാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വീടിന്റെ അകത്തളങ്ങൾക്കപ്പുറം അവിടെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് പുറത്തേക്ക് കടന്നുകൊണ്ട് സമൂഹത്തോട് സംവദിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുമ്പോഴാണ് തുല്യത കൈവരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജോലിയുള്ള സ്ത്രീകളെല്ലാവരും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയും ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ മാത്രം ഒരു മാനസികമായ ഇച്ഛാശക്തിയും ഒക്കെ രൂപപ്പെട്ട് കഴിഞ്ഞ ആളുകളുമായിരിക്കും. കാരണം അത് വളരെ സന്തോഷങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്, മറ്റുള്ളവരിൽ നിന്നൊരു വലിയ റെസ്പെക്റ്റ് സ്വീകരിക്കുന്നുണ്ട്, വലിയ അംഗീകാരങ്ങൾ അവരെ തേടിയെത്തുന്നുണ്ട്. തീർച്ചയായിട്ടും തുല്യത അവര് നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ജോലിയുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും വലിയ പ്രാധാന്യം, അംഗീകാരം കിട്ടുന്നുണ്ട്. അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാൻ പുരുഷന്മാർ തയ്യാറാകുന്നുണ്ട്. ഇത് ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ജോലിയില്ലാതെ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ചിന്തിക്കുന്ന ചിന്തകളുടെ ചില പ്രശ്നങ്ങളാണ്. എന്റെ അണ്ടറിലാണ് എന്റെ ഭാര്യ ജീവിക്കുന്നത് എന്ന ഒരു ചിന്ത അവൻ പോലും അറിയാതെ അവന്റെ മനസ്സിലേക്ക് സെറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരവസരം നമ്മൾ നൽകാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾ സ്വന്തമായി ഒരു ജോലി നേടുക. നിങ്ങൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും, അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, നിലപാടുകൾ ഉണ്ടാവും, കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. മികച്ച ഒരു വ്യക്തിയായിട്ട് നമ്മൾ രൂപപ്പെടും. അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യപ്പെടും, അംഗീകരിക്കപ്പെടും. ഇവിടെയാണ് ജോലിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. വീട്ടിൻ്റെ ഉള്ളിൽ അകത്തളങ്ങളിൽ നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ആ പ്രാധാന്യം ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വിവാഹം എന്ന 3 അക്ഷരത്തേക്കാൾ ജോലി എന്ന 2 അക്ഷരത്തിന് വലിയ പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കാൻ ഓരോ പെൺകുട്ടികളും ഓരോ സ്ത്രീകളും തയ്യാറാവുക. അതുപോലെ തന്നെ എല്ലാ അച്ഛനമ്മമാരോടും, പെൺകുട്ടികളുള്ള ഓരോ അച്ഛനമ്മമാരോടും പറയാനുള്ളത്, പഠനം കഴിഞ്ഞ് പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയക്കുക എന്നതിനപ്പുറം സ്വന്തം കാലിൽ നിൽക്കാൻ ഓരോ പെൺകുട്ടിയെയും പ്രാപ്തയാക്കുക എന്നുള്ളതാണ് ഓരോ അച്ഛനമ്മമാരുടെയും ഏറ്റവും വലിയ ദൗത്യം. മറിച്ച് പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ച് ഭർത്താവിന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് സംവരണങ്ങളുടെയൊക്കെ പിന്നാലെ പോകുന്നത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകുന്നത് അവിടെയാണ്. ഈ ബസ്സിലൊക്കെ കണ്ടിട്ടില്ലേ, സ്ത്രീകൾക്ക് മാത്രം സീറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ടല്ലേ നമ്മൾ ബസ്സിൽ. അവിടെ ഒരു പുരുഷൻ വന്നിരുന്നു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുന്ന സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ കേരളം വളരെ പ്രബുദ്ധരാണ് എന്നൊക്കെ പറയാമെങ്കിലും എത്രത്തോളം പ്രബുദ്ധത നമുക്കുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. കുറെ കാലം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി മികച്ച ഒരു കൾച്ചർ അവിടെ ചില കാര്യങ്ങൾക്കുണ്ട് എന്ന്. അവിടെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റുകളൊന്നുമില്ല, എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഒരു സീറ്റ് ഉണ്ടെങ്കിൽ അത് ആണിനും പെണ്ണിനും അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അവിടെ ഇരിക്കാം. ആര് വന്ന് ഇരുന്ന് കഴിഞ്ഞാലും ആർക്കും ഒരു പരാതിയുമില്ല. ഇവിടെ ഒരു സീറ്റ് ഒഴിവുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്കോ സ്ത്രീക്കോ അവിടെ പോയി ഇരിക്കാൻ മടിയാണ്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ കൾച്ചർ എത്രത്തോളം മികച്ചതാണ്, നമ്മൾ എത്രത്തോളം പ്രബുദ്ധരാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ചില പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. സ്ത്രീകള് മുഖ്യധാരയിലേക്ക് വരാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ കൂടിയാണ്. ഒരുപാട് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊന്നും ഇങ്ങനെ ആളുകളെ, ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ വേർതിരിച്ച് ഇരുത്തേണ്ട ആവശ്യകതയൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഇരുത്തുമ്പോഴാണ് മനസ്സ് വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും വികലമായ രീതിയിൽ മനസ്സ് കടന്നു പോവുകയും ചെയ്യുക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പണ്ട് മുതലേ നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ്. ഈ റേഷൻ കടകളിലും മാവേലി സ്റ്റോറുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ക്യൂ ആണ്. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അത് കാണാറില്ല അല്ലേ, അവിടെ എല്ലാവർക്കും ഈക്വലാണ്. അപ്പോൾ ഒരു സമൂഹത്തിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യങ്ങളിലും വ്യത്യസ്തമായ രീതികൾ, ഇവിടെ ഏതാണ് സത്യം ഏതാണ് മികച്ചത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ഓരോ കാര്യങ്ങളുടെയും കിടപ്പ് എന്ന് പറയുന്നത്. ഏതായാലും അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. സ്ത്രീകളോടും പെൺകുട്ടികളോടും പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മികച്ച ഒരു ജോലി സ്വന്തമാക്കാൻ ശ്രമിക്കുക. മികച്ചത് എന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത്, അവിടെ എത്ര വരുമാനം കിട്ടുന്നു എന്ന വലിയ പ്രാധാന്യമൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല. പക്ഷെ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ആരോടും ചോദിക്കാതെ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ജോലി സമ്പാദിക്കാൻ തീർച്ചയായിട്ടും കഴിയണം. അത് ജീവിതത്തിൽ എല്ലാ കാലവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ
കഴിയണം. അത് വലിയ ആത്മവിശ്വാസവും കരുത്തും സുരക്ഷിതത്വവും നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉറച്ച കാഴ്ചപ്പാടുകളും ഉറച്ച നിലപാടുകളും ഒക്കെ അത് വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, വിവാഹമല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതാണ്, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കണം ജീവിതം ആരംഭിക്കേണ്ടത്. അത് കുറെ കൂടി മികച്ച ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കും. അത് മാത്രവുമല്ല, ഒരാണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ, ജീവിത പങ്കാളിയെ സപ്പോർട്ട് ചെയ്യുവാനും അവരുടെ ജോലി വളരെ സഹായിക്കും. ആണിനെ പോലെ തന്നെ പെണ്ണും ചിന്തിക്കുന്നിടത്താണ് തുല്യത കൈവരുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ജോലി എന്ന കൺസെപ്റ്റിലേക്ക് തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും കടന്നു വരിക. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.